നമ്മൾ നോക്കുന്നത് മൊമെൻറ്റിൻ്റെ കാൽക്കുലേഷനാണ്. നല്ല ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓൾറെഡി മൊമെൻറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തിയറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ബേസിക് ഐഡിയ നമ്മൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൊമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റിനെ പറ്റി കുറച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ മൊമെൻറ്റിനെ പറ്റി അറിയാവുന്നവർ ഈ വീഡിയോ കാണണമെന്നില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് മൊമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സ് F is equal to 10 kN ആക്ടിങ് അറ്റ് എ പോയിന്റ് A as shown in the figure. 3 കേസായിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കേസിൽ തീറ്റേൻ്റെ വാല്യൂ 0 ആണ്. രണ്ടാമത്തെ കേസിൽ തീറ്റേൻ്റെ വാല്യൂ 30 ആണ്. തേർഡ് കേസിൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പം ഈ 3 കേസിലും നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. 10 kN ആണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഒ എന്ന് പറയുന്ന പോയിന്റിന് എബൌട്ടായിട്ടാണ് നമുക്ക് മൊമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? തീറ്റേൻ്റെ വാല്യൂ 0 ആകുന്നതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മൊമെൻറ്റ് എടുക്കുന്നത് നോക്കാം. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, മൊമെൻറ്റ് ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. ഇത്രയും ബേസിക് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് മൊമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസിൽ എന്താണ്? തീറ്റയുടെ വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ 10 എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോക്കിക്കേ, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ തീറ്റാൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 10 എങ്ങനെയായിരിക്കും ഇരിക്കുക? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും 10ൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. 10 എന്ന് പറഞ്ഞ ഫോഴ്സ് ഹൊറിസോണ്ടലായിരിക്കും അല്ലേ? തീറ്റാൻ്റെ വാല്യൂ 0 ആണ്. അതായത് ആംഗിൾ ഇല്ല, ഹൊറിസോണ്ടലുമായിട്ട് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇല്ല, ആംഗിളിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നമുക്ക് ഇനി എന്ത് വേണം? മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് പോയിന്റിൽ എബൌട്ടായിട്ട്? ഒ എന്ന് പറയുന്ന പോയിന്റിന് എബൌട്ടായിട്ട് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എഴുതാം MO is equal to മൊമെൻറ്റ് ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ മൊമെൻറ്റ് ഫോഴ്സ് നമുക്കറിയാം. ഏതാണ് നമ്മുടെ ഫോഴ്സ്? 10 ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം അങ്ങ് എഴുതുക. അടുത്തത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അതായത് ഈ ഒരു 10ഉം ഈ ഒരു പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. വെറും ഒരു ഡിസ്റ്റൻസ് അല്ല നമുക്ക് വേണ്ടുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എങ്ങനെ കിട്ടും? അത് കിട്ടാനായിട്ട് നമുക്ക് ഈ 10ൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ, ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലേ? അപ്പോൾ ഈ 10ൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ ഇങ്ങോട്ട് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ 10 എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു ലൈൻ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? നോക്കിയേ, ഇതല്ലേ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്? ഇതാണ് 10ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 2.5 ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മുടെ ഈ ഫിഗറിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുണ്ട്? 2.5. ഈ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കുമല്ലോ ഈ ഡിസ്റ്റൻസ്. അത് എത്രയാണ്? 2.5 ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? 10ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ O എന്ന് പറയുന്ന പോയിന്റ് മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എത്രയാണ്? 2.5 ആണ്. അപ്പോൾ നമ്മൾ മൊമെൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വേണം അല്ലേ? മൊമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫോഴ്സ് കാരണം പോയിന്റിൽ, ഇപ്പോൾ ഏത് പോയിന്റിലാണ് എടുക്കുന്നത് ആ പോയിന്റിലുണ്ടാകുന്ന റൊട്ടേറ്റിംഗ് എഫക്റ്റിനെയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബീമാണെന്ന് വിചാരിക്കുക. ഈ ബീമിലേക്ക് ഞാൻ ഈ ഒരു എൻഡിലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ താഴോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതെന്തുണ്ടാകും? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു പെണ്ണ് താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകും. ആ റൊട്ടേറ്റിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ 10 എന്ന് പറയുന്ന ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണോ നോക്കിയേ, ഈ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മൊമെൻ്റ് വരുന്നത്, ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അതായത് 10 എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇതെന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിൻ്റെ നീഡിൽ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൈൻ നെഗറ്റീവ് വരും. അപ്പോൾ ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത് 25 kN മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഈ 10 എന്ന് പറയുന്നത് kN യൂണിറ്റ്, മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് kN മീറ്ററാണ്. സൈൻ എന്താണ്? മൈനസ് ആണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്
എന്താണ് തീറ്റാൻ്റെ വാല്യൂ 30 ഡിഗ്രിയാണ്. തീറ്റാൻ്റെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആ ഫോഴ്സിനെ അങ്ങോട്ട് വരയ്ക്കാം. OA ഞാൻ വരച്ചു. ഇനി അടുത്തത് തീറ്റാൻ്റെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ 10 എന്തായാലും 10 അപ്പോൾ ഇൻക്ലൈൻഡ് ഫോഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ 30 ഡിഗ്രി വരച്ചു. ഇത് നമ്മുടെ 10 കിലോ ന്യൂട്ടനാണ്. ഓക്കെ, ഈ ഒരു 10 കിലോ ന്യൂട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ആണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കറിയാം മൊമെൻ്റ് ഇക്വേഷൻ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്നൊക്കെ നമുക്കറിയാം. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൻ്റെ എല്ലാ ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കേ, ഇവിടുത്തെ ആംഗിൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് ഞാൻ ഇപ്പോൾ കൊടുക്കുകയാണ്. ഈ ഒരു ഇൻക്ലൈൻ ലൈൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ സൈൻ തീറ്റ എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റ എടുക്കുകയാണ്. സൈൻ തീറ്റ എടുക്കുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുക? സൈൻ തീറ്റ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. തീറ്റാൻ്റെ ഓപ്പോസിറ്റ് 2.5 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ തീറ്റാൻ്റെ വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? സൈൻ ഇൻവേഴ്സ് 2.5 ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. അതായത് തീറ്റാൻ്റെ വാല്യൂ എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അതായത് ഈ ഒരു ലൈനിൻ്റെ ഇൻക്ലിനേഷനും എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതായത് നോക്കിക്കേ, ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫോഴ്സിൻ്റെ ആംഗിൾ എത്രയാണ്? ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. അതായത് ഇതിൻ്റെ 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്ത് പോകുന്നത് ഏത് പോയിന്റിൽ കൂടിയാണ്? ഈ ഒരു പോയിന്റിൽ കൂടിയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കേസിലെ മൊമെൻ്റ് എടുക്കുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? അതായത് ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് നമുക്ക് വേണ്ടുന്ന ആ പോയിന്റിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ വേറൊരു കേസ് പറയാം. അതായത് ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ ഒരു പോയിന്റ് എബൌട്ടായിട്ടാണ് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. ഒരു ഫോഴ്സ് ഈ ഒരു എൻഡിൽ ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോഴ്സ് കാരണം ഈ ഫോഴ്സിനെ 5 എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ 2 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. എത്ര ഡിസ്റ്റൻസ്? 2 ആണ്. അപ്പം ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമോ? ഇല്ല. കാര്യം എന്താണ്? ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് ഏത് പോയിന്റിൽ കൂടെയാണ്? നമുക്ക് മൊമെൻ്റ് എടുക്കേണ്ട അതേ പോയിന്റിൽ കൂടെ തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഫോഴ്സ് കാരണം മൊമെൻ്റ് ഉണ്ടാകത്തില്ല. കാര്യം മൊമെൻ്റ് ഇക്വേഷൻ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് നമുക്കുണ്ടാകും 5 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അതേ പോയിന്റിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ മൊമെൻ്റ് വാല്യൂ 0 ആകുന്നത്. അതേ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. നോക്കിയാൽ 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് അതേ പോയിന്റിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ നമുക്ക് മൊമെൻ്റ് എടുക്കുന്ന ഓയിൽ കൂടെയാണ്. ആ ഓയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. രണ്ടിൻ്റെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ അതിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത് കൊണ്ട് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് തേർഡ് കേസ്. തേർഡ് കേസിൽ എന്താണ്? തീറ്റാൻ്റെ വാല്യൂ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഇതാണ് OA എന്ന് പറയുന്ന പോയിന്റ്. തീറ്റാൻ്റെ വാല്യൂ 90 ആണ്. അതായത് 10 കിലോ ന്യൂട്ടൺ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. മനസ്സിലായാലോ? തീറ്റാൻ്റെ വാല്യൂ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൊമെൻറ്റ് അറ്റ് O ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതിന് വേണ്ടിയിട്ട് ഈ 10ൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ O മുതൽ ഈ ഒരു പോയിന്റ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതായിരിക്കും? ഈ കാണുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്? 4.33 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10 ഇൻറ്റു 4.33. ഇനി അടുത്തത് എന്ത് വേണം? സൈൻ വേണം അല്ലേ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയണം. 10 കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എങ്ങനത്തെ മൊമെൻ്റ് ആയിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 43.3 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും അല്ലേ. എങ്ങനെയാണ് അത് വരുന്നത്? ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കുക. ഈ OA എന്ന് പറയുന്ന ലൈൻ ഇതാണെന്ന് വിചാരിക്കുക. അതിലേക്ക് ഞാൻ ഇവിടെ ഈ ഒരു മേലിൽ നിന്ന് താഴോട്ട് ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നോക്കിക്കേ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത് അല്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. ഇപ്പം വേറൊരു കേസ് നമുക്ക് നോക്കാം. ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പോയിൻ്റ് O ആണ്. ഇവിടെ ഫോഴ്സ് A എന്ന് പറയുന്ന പോയിന്റിൽ ഫോഴ്സ് ഇങ്ങനെയായിരുന്നു ആക്ട് ചെയ്യുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും മൊമെൻറ്റ് വരിക? മൊമെൻറ്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും?
ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അതായത് ഇതെന്ത് മൊമെൻ്റാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സൈൻ നെഗറ്റീവ് വന്നേനെ. മൊമെൻറ്റ് കാൽക്കുലേഷൻ്റെ ചെറിയൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. മൊമെൻറ്റ് കാൽക്കുലേഷൻ്റെ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്.